പാഠം 569. യാദൃശ്ചികമായി ഉണ്ടാകുന്ന സാദൃശ്യങ്ങൾ. കഥ മോഷ്ടിച്ചെന്നാരോപിച്ച് പ്രശസ്ത സാഹിത്യകാരൻ കോട്ടൂർ ശങ്കരൻകുട്ടിക്കെതിരെ യുവാവിന്റെ പരാതി. അത് കൊള്ളാലോ. കോട്ടൂർ ശങ്കരൻകുട്ടിയുടെ പുതിയ കഥാസമാഹാരമായ വേനൽ മഴയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉദയത്തിന് മുൻപ് എന്ന കഥ താൻ 3 വർഷം മുമ്പ് എഴുതിയ സൂര്യവെളിച്ചം എന്ന കഥ മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ച് KP രാജീവൻ എന്ന യുവാവ് കോടതിയിലെത്തി. കഷ്ടം. പ്രശസ്തനാകാൻ വേണ്ടി പ്രശസ്തനായ ഒരു കഥാകൃത്തിനെതിരെ കേസ് കൊടുക്കുക. ഇവനെയൊക്കെ ചൂരലടിക്കണം. ആരെയാണ് മോഹനയുടെ ചൂരലടിക്കണ്ടേ? നീ വാർത്ത കണ്ടോ ഭാവേ? കോട്ടൂർ ശങ്കരൻകുട്ടിക്കെതിരെ ഏതോ ഒരു ചെറുപ്പക്കാരൻ കേസ് കൊടുത്തു എന്ന്. ശങ്കരൻകുട്ടി കഥ മോഷ്ടിച്ചു എന്ന്. അതിനെന്താ? ശങ്കരൻകുട്ടി എഴുതിയ എത്രയോ കഥകൾ നമ്മൾ വായിച്ചിരിക്കുന്നു. പുതിയ തലമുറയിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരിൽ ഒരാളാണ് ശങ്കരൻകുട്ടി. അദ്ദേഹത്തിന് ഇവന്റെയൊക്കെ കഥ മോഷ്ടിക്കേണ്ട കാര്യം എന്താണ്? ഇതടവാണ്. പ്രശസ്തനായ ഒരാൾ കഥ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ പ്രശസ്തനാകുമല്ലോ. അതിനുള്ള അടവ്. അതിന് മോഹനയുടെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? 2 കഥയും കോടതി പരിശോധിക്കും. അപ്പോഴറിയല്ലോ സത്യം എന്താന്ന്. ഇനിയിപ്പോ ചില സാമ്യങ്ങളുണ്ടെന്ന് ഇരിക്കട്ടെ. അതൊരു കാര്യമാണോ? ലോകത്ത് എത്രയോ കഥകൾ ഉണ്ടായിരിക്കുന്നു. അതിൽ പലതും തമ്മിൽ സാമ്യമുണ്ട്. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഉദാഹരണത്തിന് ദുഷ്യന്തൻ ശകുന്തളയോട് പറഞ്ഞത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ്. നളൻ ദമയന്തിയോടും റോമിയോ ജൂലിയറ്റിനോടും മജുനു ലൈലയോടും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കോപ്പിടിയാണോ? മനുഷ്യാവസ്ഥകളെ വിവരിക്കുന്ന പാഠമാണ് കഥകൾ. അതുകൊണ്ട് തന്നെ പല കഥകളും തമ്മിൽ സാമ്യവും ഉണ്ടാവും. അതൊക്കെ വിട്ടുകളണം. അല്ലാതെ ഞാൻ എഴുതുന്ന പോലെ വേറൊരാൾ ചിന്തിക്കുകയോ എഴുതുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കൂ. എനിക്ക് ഈ സാഹിത്യത്തിൽ വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ പ്രശ്നം കോടതി തീർക്കട്ടെ. ഫോൺ അടിക്കുന്നുണ്ട്. ഹലോ, അതെ സത്യഭാമയാണ്. നമസ്കാരം. എനിക്ക് മനസ്സിലായി. സദാൻ സാറ് വിളിച്ച് പറഞ്ഞിരുന്നു. ഒരു 11 മണി കഴിയുമ്പോഴേക്കും സേതുരാമൻ വീട്ടിലേക്ക് വന്നാൽ മതി. എന്താ വേണ്ടേ നമുക്ക് നോക്കാം. ശരി. ഒരു സേതുരാമനാ മോഹനേട്ടാ. എന്തോ വസ്തുതർക്കമായി ബന്ധപ്പെട്ട കേസാണ്. സദാൻ സാർ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്ന വിഷയം പറയൂ. ആ വിഷയത്തിൽ എനിക്കൊന്നും സംസാരിക്കാനില്ലാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് മാത്രമല്ല, എനിക്ക് അടുക്കളയിൽ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ജോലികളുണ്ട്. അതൊക്കെ ചെയ്യാൻ ഈ പി സത്യഭാമ മാത്രമേ ഉള്ളൂ. നീ എന്താ ഗോഷ്ടി കാണിക്കുന്നു? എന്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അപ്പൊ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ഗോഷ്ടിയാണെന്ന് മോഹനേട്ടന് അറിയാം. ഗോഷ്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസറാണ് എന്നിങ്ങനെ പറയുന്നത്. ഞാൻ സംസാരിക്കുന്നത് എന്റെ ശൈലിയിലല്ലേ? നീ എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്? എന്നെ കളിയാക്കാൻ. ഭാമേ, ഭർത്താവിനെ പരിഹസിക്കുന്ന ഒരു ഭാര്യയും രക്ഷപ്പെട്ട ചരിത്രമില്ല. ഇനി എന്തോന്ന് രക്ഷപ്പെടാൻ? എനിക്ക് പറ്റാനുള്ളതൊക്കെ പറ്റിയല്ലോ. ഇതിലും വലുതൊന്നും വരാനില്ലേ. ഞാൻ ഒരു കാര്യം പറയുമ്പോ അതിൽ നിന്ന് ഒളിച്ചോടാനാണ് നീ നോക്കുന്നത്. ഞാൻ പറഞ്ഞെന്താ? കോട്ടൂർ ശങ്കരൻകുട്ടിയെ പറ്റി. അതിന് മറുപടിയായി നീ പറഞ്ഞെന്താ? എന്റെ സംസാര രീതിയെ പറ്റി. ഇത് എവിടത്തെ ന്യായം? സാറേ, ഉത്തമൻ വന്നിട്ടുണ്ട്. ഉത്തമന്റെ അടുത്ത് പോയി സാഹിത്യത്തിന്റെ മോഷണത്തെ കുറിച്ചൊന്ന് സംസാരിക്കൂ. ഉത്തമനാകുമ്പോ വിശ്വസാഹിത്യത്തിലൊക്കെ നല്ല പിടിപാടാ. ഞാനൊരു പാവം വക്കീലല്ലേ, എന്നെ വെറുതെ വിട്ടേക്കൂ. സാറേ, നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ആ സുധാകരൻ സാറിന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. സുധാകരൻ സാറിന്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്ത് സാറേ? ഇല്ല. ഉത്തമൻ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നു എന്ന് കരുതുക. അവരോട് ഉത്തമൻ എന്ത് പറയും? സ്ത്രീയെ? ഏത് സ്ത്രീ? ഏതെങ്കിലും ഒരു സ്ത്രീയോട് സ്നേഹം തോന്നി എന്ന് കരുതുക. ഉത്തമൻ അവരോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയില്ലേ? പറയൂ. പറയുമായിരിക്കണം.
അതിപ്പോ ഈ സ്ത്രീ ഏതാണെന്ന് അറിഞ്ഞാലേ സാറേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ അങ്ങനെ പറ്റും. ഒരു സ്ത്രീ ഇല്ല. സങ്കല്പിക്കണം, അതാണ് ഞാൻ പറഞ്ഞത്. ഓ ശരി, സങ്കല്പിച്ചു. വിശ്വസാഹിത്യത്തിലെയും ലോക ചരിത്രത്തിലെയും എത്രയോ പേർ ഭാര്യയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഉത്തമനും അത് തന്നെ പറഞ്ഞാൽ അത് കോപ്പിയടിയാകില്ലേ? കോപ്പിയടിയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ, വ്യക്തമായിട്ട് പറ. ഉത്തമ, കഥയും കവിതയൊക്കെ എഴുത്തുകാരന്റെ ഭാവനയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒരാളുടെ ഭാവനയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ വേറൊരാളുടെ ഭാവനയിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ എങ്ങനെ പറയും? അങ്ങനെ യാദൃച്ഛികമായി സംഭവിച്ചാൽ അത് എങ്ങനെ കോപ്പിയടിയാകും? സാറേ, ഞാൻ വെറും ഒരു 10ാം ക്ലാസ്സുകാരനാണ്. എനിക്ക് വിശ്വസാഹിത്യത്തെയും ലോക ചരിത്രത്തെയും ഭാവനയെ കുറിച്ചൊന്നും ഒരു മണ്ണാങ്കട്ടെ അറിഞ്ഞുകൂടാ. സാറിന് തർക്കിക്കണമെന്നുണ്ടെങ്കിലേ എന്നെക്കാളും നല്ല വിവരമുള്ള വക്കീലുണ്ടല്ലോ, അത് പോരെ? ഇവളോട് തർക്കിക്കാൻ തുടങ്ങിയപ്പോ ഇവൾ എന്നോട് പറയുന്നത് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഗോഷ്ഠിയാണെന്നാണ്. ഞാനൊരു വില്ലേജ് ഓഫീസറാണ് എന്ന് പറയുന്നതിൽ എന്താണ് ഉത്തമ ഗോഷ്ഠി? അതിപ്പോ സാറേ, ഈ ഉത്തമന് സത്യം പറയാൻ പറ്റില്ലല്ലോ. കാരണം മോഹനേട്ടൻ ഈ അന്തരീക്ഷത്തിൽ പടം വരച്ച് വർത്താനം പറയുന്നതും ഉറക്കെ സംസാരിക്കുന്നതും ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസറാണ് എന്ന് നാഴിക്ക് 40 വട്ടം പറയുന്നതുമൊക്കെ ഗോഷ്ഠിയാണ് എന്ന് ഉത്തമൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തമന് പിന്നെ വില്ലേജ് ഓഫീസിന്റെ പരിസരത്ത് പോലെ വരാൻ പറ്റില്ലല്ലോ. എനിക്കാണ് പിന്നെ ആ പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് ഞാൻ സത്യം തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ പറയുന്നത് സത്യമല്ല, അഹങ്കാരമാണ്. അങ്ങനെയല്ലല്ലോ മോനേട്ടാ പറയേണ്ടത്. നീ പറയുന്നത് സത്യമല്ല, അഹങ്കാരമാണ്. അങ്ങനെയല്ലേ? സാറേ, സുധാകര സാറിന്റെ കാര്യം നാളെ വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞോ? ഓ ഓ അറിയണോട്ട്. ഞാൻ സാറിന്റെ ഗോഷ്ഠിയുടെ ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്തു. എന്ത് പ്രശ്നം? ഒന്നുമില്ലേ, വെറുതെ ഒരു തർക്കം ഉണ്ടാക്കി നോക്കിയത്. വില്ലേജ് ഓഫീസ് അത് കയറി കുത്തി. പി സത്യഭാമ ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. പിന്നല്ലാതെ. സത്യം പറയാലോ കാഞ്ഞന സാറേ, അയാളുടെ ചേഷ്ടകൾ കാണുമ്പോ ദേഷ്യം വരും. ഒരു കാര്യം പറയുകയാണെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ? എന്തിനിങ്ങനെ ഗോഷ്ഠികൾ കാണിക്കുന്നത്? അതൊക്കെ ഓരോരുത്തരുടെ ശീലമല്ലേ സ്വയംപ്രഭേ? ജന്മന ശീലിച്ച കാര്യങ്ങൾ മാറ്റാൻ പറ്റൂ? അത് കാഞ്ചൻ സാർ പറഞ്ഞത് കാര്യമാണ്. എന്റെ അച്ഛൻ ഇങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് ഷർട്ടിന്റെ കൈ ദേ ഇങ്ങനെ ചുരുട്ടിക്കൊണ്ടിരിക്കും. ഒരുപാട് ഗുണ്ടകൾ സംസാരിക്കുന്ന പോലെ. കേൾക്കുന്ന ആൾ വിചാരിക്കും അപ്പം തല്ലാൻ ചെല്ലുകയാണെന്ന്. വീട്ടിൽ വെച്ച് അമ്മമ്മയോട് സ്നേഹത്തോടുകൂടി സംസാരിക്കുമ്പോഴും കൈ ചുരുട്ടിക്കൊണ്ട് ഭാഗ്യരഥി എന്ന് വിളിക്കും. പുറത്തുനിന്ന് ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അപ്പൂപ്പൻ അമ്മമ്മയെ തല്ലാൻ ചെല്ലുകയാണെന്നേ കരുതും. പിന്നെ തമാശ ഉണ്ടായതേ പോലീസ് വീട്ടിൽ വന്നപ്പോഴാ. ഒരു അതിർത്തി തർക്കത്തിന്റെ കാര്യം അന്വേഷിക്കാൻ SI 2 പോലീസുകാരും കൂടെ വീട്ടിൽ വന്ന് കയറിയ പാടെ അപ്പൂപ്പൻ വലിയ ബഹുമാനത്തിൽ വരണം സർ. പക്ഷേ പറഞ്ഞതെങ്ങനെയാ? ദേ ഇങ്ങനെ വരണം സാർ. അത് കണ്ട പാടെ SI ചെറുതായിട്ടൊന്ന് പേടിച്ചു. കൂടെ വന്ന പോലീസുകാരന്റെ നേരെ നോക്കി. അയാള് ധൈര്യം സംഭവിച്ച് അപ്പൂപ്പന്റെ അടുത്തേക്ക് വന്നൊരു ചോദ്യം. കാരണം ഒരു വലിയ ഗുണ്ടയല്ലയോ? ഉടനെ അപ്പൂപ്പന്റെ മറുപടി, അതെന്നെ വർത്തമാനം സാറന്മാരെ, എന്നെ കണ്ണാൽ അറിഞ്ഞൂടെ ഞാൻ ആരാണെന്ന്. പക്ഷെ പറഞ്ഞ എങ്ങനെയാ? അതെന്ത് വർത്തമാനം സാറന്മാരെ, എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ ആരാണെന്ന്. സാർക്ക് പന്തിയുടെ ബോധ്യപ്പെട്ടു. അവര് പിന്നെ അധികം സംസാരിക്കാൻ നിന്നില്ല. മുറ്റത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പോകാൻ തിടുക്കം കൂട്ടിയപ്പോ അപ്പൂപ്പ പിന്നെ ഒരു നാട്ടുമര്യാദ പറഞ്ഞു. അങ്ങനെ പോയാൽ എങ്ങനാ? എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, എന്തെങ്കിലും തരാതെ വിട്ടാൽ എനിക്കൊരു പ്രയാസം തോന്നുന്നു. അപ്പൂപ്പനെ ഉദ്ദേശിച്ചതേ ചായയും പലഹാരം എന്തെങ്കിലും കഴിക്കുന്ന കാര്യമാണ്. പക്ഷെ പറഞ്ഞതോ അങ്ങനെ പോയാൽ എങ്ങനെയാ? ഇവിടെ വരെ വന്നതല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും തരാതെ വിടുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ വിട്ടാൽ എനിക്കൊരു പ്രയാസമാവുമല്ലോ ഒന്നും. പോലീസുകാർ തിരിഞ്ഞു നോക്കാതെ ഓടി ജീപ്പിക്കാറി. ആ ജീപ്പ് പോയ പോക്ക് സത്യത്തിൽ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. സർക്കാർ ജീപ്പ് അത്ര സ്പീഡിൽ ഓടുമെന്ന് ഞാൻ അന്നാ മനസ്സിലാക്കിയത്.
നമസ്കാരം സർ. ഇത് വില്ലേജ് ഓഫീസോ നാടക കളരിയോ? അല്ല സർ, ഞങ്ങൾ പുറത്തു നിന്ന് ഒരാൾ ഇവിടെ കയറി വന്നാൽ എന്താ കരുതുക? ചന്തയിൽ പോലും ഇത്രയും ബഹളമല്ലല്ലോ. പുളിച്ച തമാശ പറയാനും തലകുത്തി കിടന്ന് ചിരിക്കാനും അല്ല സർക്കാർ നിങ്ങൾക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. ജോലി ചെയ്യാനാണ്. ക്ഷമിക്കണം സർ. അല്ല, ഓരോന്ന് പറഞ്ഞു വന്നപ്പോ അങ്ങനെ അധികം പറഞ്ഞു വരണ്ട. മറ്റുള്ളവർ കാണിക്കുന്ന ഗോഷ്ടിയെ പറ്റി എന്തിനാ നമ്മൾ അധികം പറയുന്നത്? ഈ മോനേഷ് സാർ കാണിക്കുന്ന അത്ര ഗോഷ്ടി ലോകത്ത് ആരേലും കാണിക്കാറുണ്ടോ? അത് വാസ്തവ. ആ, ഞാനൊരു ഉത്തരവാദിത്വ ബോധമുള്ള വില്ലേജ് ഓഫീസർ. കെ മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. കൈക്കൂലി തന്നൊരു കാര്യം സാധിക്കാമെന്ന് ആര് വിചാരിച്ചാലും നടക്കില്ല. ഹലോ. ആ മോഹനേട്ടാ, ഞാനാ. എന്താ ഭമേ? അതെ, ആ സേതുരാമൻ വന്നിട്ടുണ്ട്. ഏത് സേതുരാമൻ? രാവിലെ ഞാനൊരു കേസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ, അയാള്. അതിന് ഞാനെന്ത് വേണം? അയാൾ ഈ ഭാഗത്ത് പുതിയ ആളാ. UP സ്കൂളിന്റെ പുറകില് ഒരു 10 സെന്റ് ഭൂമി വാങ്ങിയിരുന്നു. അതിന്റെ അതിരുമായി ബന്ധപ്പെട്ട എന്തോ തർക്കമാ. അതിന് കേസ് കൊടുക്കാതെ വഴിയില്ല. പക്ഷെ കേസ് കൊടുക്കണമെങ്കിൽ അതിനൊരു സ്കെച്ച് വേണം. മോഹനേട്ടൻ ഒന്ന് സഹായിക്കൂ. സ്കെച്ച് വേണമെങ്കിൽ ഇവിടെ വന്ന് അപേക്ഷ തരണം. അപേക്ഷ പരിശോധിച്ചിട്ട് ഞങ്ങൾ പോയി ബന്ധപ്പെട്ട സ്ഥലം നോക്കും. അത് കഴിഞ്ഞ് സ്കെച്ച് കൊടുക്കൂ. അയ്യോ മതിയേ. അയാളെ ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ദേ ഇപ്പൊ തന്നെ ഇങ്ങെത്തും. വേണ്ട സഹായം ഒന്ന് ചെയ്തു കൊടുത്തേക്കണേ. നോക്കാം. ആ വിദ്യ, സദാനന്ദ സാറ് പറഞ്ഞ പാർട്ടി വന്നിരുന്നു. ഞാൻ അയാളുടെ വില്ലേജ് ഓഫീസിൽ പോയി വേണ്ട കടലാസൊക്കെ വാങ്ങാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ, ഉച്ച കഴിയുമ്പോഴേക്കും അയാൾ ഓഫീസിലേക്ക് വരും. വക്കാലത്ത് നോപ്പിട്ട് വാങ്ങിയേക്കണേ. അതെയോ? നീ ആളെ കണ്ടിരുന്നോ? കണ്ടിട്ട് എന്ത് തോന്നി? ആ, വാസ്തവം അങ്ങനെ തന്നെ. എന്തായാലും സംഗതി കൊള്ളാം. ഞാൻ മോഹനോടൊരു കാര്യം പറഞ്ഞില്ലേ? എന്റെ ഈശ്വര, ഇന്ന് വില്ലേജ് ഓഫീസിൽ എന്ത് നടക്കുമോ എന്തോ. ശിശുപാല ചേട്ടാ, നല്ല ക്ഷീണമുണ്ട്. ഒരു ചായ ഇട്ട് എന്താ വഴി? ചായ കിട്ടണമെങ്കിൽ ബഷീറിന്റെ ചായക്കടയിൽ പോയാൽ മതി. ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാം. പക്ഷെ പ്രൊഫസർ തന്നെ ആദ്യം മോഹനേഷ് സാറിനോട് ചോദിച്ച അനുവാദം വാങ്ങണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന പാടെ സാർ ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കും. സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ജോലി ചെയ്യാനാണ്, ചായ കുടിക്കാനല്ല എന്ന് പറഞ്ഞാലോ? അത് ന്യായം. ഇനിയിപ്പോ ചായ കിട്ടാണ്ട് തലകറങ്ങി വീണാലും അപ്പൊ സാറ് പറയും സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ജോലി ചെയ്യാനാണ്, തലകറങ്ങി വീഴാനല്ല എന്ന്. നമസ്കാരം. നമസ്കാരം. എന്താ? നമസ്കാരം. എന്റെ പേര് ബി സേതുരാമൻ. ഞാൻ ഈ നാട്ടുകാരനല്ല. പക്ഷേ 3 മാസം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. ആ UP സ്കൂളിന്റെ പുറകിൽ ഞാനൊരു 10 സെന്റ് ഭൂമി വാങ്ങി. അത് പോക്കുവരവ് ചെയ്യാനാണ് ഞാൻ വന്നത്. ഓ, മനസ്സിലായി മനസ്സിലായി. ആ, നമ്മുടെ പുരുഷോത്തമന്റെ 10 സെന്റ് വാങ്ങിയതല്ലേ? ആ ഭൂമി പോക്കുവരവ് ചെയ്ത് കരമടച്ചതാണല്ലോ. അതെ. പക്ഷേ തൊട്ടടുത്ത പുരയിടത്തിന്റെ ഉടമസ്ഥൻ അതിൽ നിന്ന് 2 സെന്റ് കയ്യേറി വേലികെട്ടി. ചോദിക്കാൻ ചെന്നപ്പോൾ തർക്കമായി. ഇപ്പോൾ കേസ് കൊടുക്കല്ലാതെ വേറെ വഴിയില്ല. വക്കീലിനെ കണ്ടപ്പോ പറഞ്ഞു ഇവിടെ വന്നൊരു സ്കെച്ച് വാങ്ങാൻ. സ്കെച്ചിനൊരു അപേക്ഷ വേണം. അപേക്ഷ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്തോടു കൂടി ചെയ്യുന്ന ഒരാളാണ്.
ആരാ? സാറാണ് വില്ലേജ് ഓഫീസർ. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് ബി സേതുരാമൻ. ഞാൻ ജലസേചന വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. സാറിനെ പറ്റി എനിക്കറിയില്ല. പക്ഷേ കാഴ്ചയിൽ സാർ ഒരു മാന്യനാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാനും മാന്യനും സത്യസന്ധനുമായ ഒരു ഉദ്യോഗസ്ഥനാണ്. കൃത്യനിഷ്ഠയാണ് എന്റെ മുഖമുദ്ര. ഞാൻ ഈ വില്ലേജ് അതിർത്തിയിൽ ഒരു 10 സെന്റ് ഭൂമി വാങ്ങിയിരുന്നു. അത് കയ്യേറാൻ അയൽവാസി ഒരു ശ്രമം നടത്തി. ഞാൻ പറഞ്ഞു നടക്കില്ല എന്ന്. 1 സെന്റിന് 85,000 രൂപ നിരക്കിൽ 10 സെന്റിന് 8.5 ലക്ഷം രൂപ കൊടുത്താണ് ഞാൻ ആ ഭൂമി വാങ്ങിയത്. കൃത്യമായി സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷേ അയൽവാസി അത് സമ്മതിക്കുന്നില്ല. നിങ്ങളെ അഡ്വക്കേറ്റ് സത്യഭാമയാണോ പറഞ്ഞു വിട്ടത്? ഓഹോ, വക്കീൽ ഇങ്ങോട്ട് വിളിച്ചിരുന്നോ? അങ്ങേ പരിചയമുള്ള കാര്യം വക്കീൽ പറഞ്ഞില്ല. സ്വയംപ്രഭേ, ഒരു സ്കെച്ചിന്റെ കാര്യമാണ്. അപേക്ഷ തന്നു സർ. ഞാൻ എല്ലാ കാര്യത്തിലും വലിയ കൃത്യനിഷ്ഠയുള്ള ആളാണ്. അതുകൊണ്ട് വക്കീൽ കാര്യം പറഞ്ഞ പാടെ അപേക്ഷ തയ്യാറാക്കി നേരെ ഇങ്ങി പോന്നു. പോയിട്ട് നാളെ വരൂ. അതിനുമ്പ് ആ സ്ഥലം ഞങ്ങൾക്കൊന്ന് കാണണം. ഇപ്പോൾ എന്റെ കൂടെ വരാമെങ്കിൽ എളുപ്പമായിരിക്കും. കാരണം ഞാൻ സൈക്കിളിലാണ് വന്നത്. സാറ് പിന്നീട് വന്നാൽ നടക്കേണ്ടി വരും. സൈക്കിളിലോ? അതെ, ഞാൻ മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കാറില്ല. കാരണം പെട്രോളും ഡീസലും കത്തി പുറത്തു വരുന്ന കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷത്തെ നശിപ്പിക്കും. ആഗോള താപനത്തിന്റെ പ്രധാന കാരണം അന്തരീക്ഷത്തിൽ കാർബണിന്റെ അളവ് കൂടുന്നതാണ്. ഇതൊക്കെ ആ വക്കീൽ പറഞ്ഞു പഠിപ്പിച്ചതാണോ? ഒരിക്കലുമല്ല. ഇതൊക്കെ ബി സേതുരാമൻ പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഫിസിക്സിൽ 1-ാം ക്ലാസ് ബിരുദമുള്ള ആളാണ്. കടുവയെ കിടുവ പിടിച്ചതാണോ പ്രൊഫസറെ? ഏതാണ്ട് അങ്ങനെയാ. അപ്പോ സാർ എന്ത് തീരുമാനിച്ചു? എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? നിങ്ങൾ പോയിക്കോളൂ, ഞാൻ എന്റെ സൗകര്യത്തിന് വന്നോളാം. അത് പറ്റില്ല സാർ. ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട പൗരനാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരന്റെ അപേക്ഷയിൽ ഉദ്യോഗസ്ഥന് സൗകര്യമുള്ളപ്പോ തീരുമാനമെടുത്താ പോരാ. എപ്പോ വരും, എപ്പോ സ്കെച്ച് തരും എന്നൊക്കെ എനിക്കിപ്പോ അറിയണം. കാരണം ഞാനൊരു ഈ ഓഫീസിൽ എപ്പോ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് ആണ്. ആ ഉണക്ക വക്കീൽ പറയുന്നത് കേട്ട് എന്നെ കളിയാക്കാൻ വന്നതാണ് താനെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതിന്റെ കയ്യിൽ വെച്ചാൽ മതി. താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട ഈ വേഷം കണ്ട് മെമ്മക്കിരി കൊള്ളാം. ഇവിടെ പറ്റില്ല. ഇത് വില്ലേജ് ഓഫീസാണ്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അക്ഷരം മിണ്ടിയ നിന്റെ ഗോഷ്ടി കാണിക്കൽ ഞാൻ നിർത്തും. ഞാൻ ഒരു ഗാന്ധിയനായതുകൊണ്ട് മാത്രം തന്നെ തല്ലുന്നില്ല. ഞാനും ഒരു ഗാന്ധിയനാണ്. ഇനി മുന്നേ ഗാന്ധിയെ മറക്കും. പക്ഷേ സാർ, ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങണം. ശരി, ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരനാണ്. ഇറങ്ങി. ഇതിന്റെ ബില്ല് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, വെച്ചിട്ടുണ്ട്.
സുശീലേ, ആരും ഇല്ലേ? എന്താ ഉത്തമ? ദാമോദരൻ ചേട്ടന്റെ കേസിന്റെ കടലാസ് എല്ലാം തന്നു വിട്ടിട്ടുണ്ട്. ഇത് ഇന്ന് എന്നെ വക്കീലിന്റെ കയ്യിൽ തരണമെന്നും പറഞ്ഞു. ഞാൻ ദാമോദരൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നു, ആരുടെയെങ്കിലും കൊടുത്തുവിടാന്നാ പറഞ്ഞത്. ഉത്തമന്റെ കാര്യം ഞാനും മറന്നു. ഞാൻ നമ്മുടെ സർക്കാർ സ്കൂളിന്റെ പിറകിലൂടെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ദാമോദരൻ ചേട്ടൻ വന്നത്. ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെറുതെ എന്തിനു വരുന്നത്, ഞാൻ കൊടുത്തേക്കാന്ന്. എന്തായാലും ഇത് ഇവിടം വരെ കൊണ്ടുവന്നതല്ലേ, ഇതൊന്ന് വിദ്യാലക്ഷ്മി ഏൽപ്പിച്ചേക്കാമോ? ഓ ശരി. ആഹാ, സാറെത്തിയില്ല. ഇന്ന് നേരത്തെയാണല്ലേ? സാറിന്റെ നടത്തത്തിൽ സാധാരണയിൽ കൂടുതൽ സ്പീഡുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടായിരിക്കും നേരത്തെ വന്നത്. അതെന്താണ് സാർ അത്ര സ്പീഡിന് നടക്കാൻ? എന്റെ ഊഹ ശരിയാണെങ്കിൽ ഒരു വഴക്കിനുള്ള സാധ്യത കാണുന്നുണ്ട്. നമസ്കാരം സാറേ. ഞാൻ നമ്മുടെ ദാമോദരൻ സാറിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. പറഞ്ഞല്ലോ. ഓ ശരി. പിന്നെ സാർ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ സ്കൂളിന്റെ പിറകിൽ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ച സേതുരാമന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. അയാളെ ആളൊരു പ്രത്യേക ടൈപ്പാ. സാറ് സംസാരിക്കുന്ന പോലെ ഈ ആശാന് സംസാരിക്കുന്നത്. ഇങ്ങനെ ഈ വായുവിൽ പടമൊക്കെ വരച്ച്. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ദാമോദരൻ ചേട്ടനോട് ചോദിച്ചു. ഈ ദാമോദരൻ ചേട്ടന് ഈ കക്ഷിയെ നേരത്തെ അറിയാം. അപ്പൊ പുള്ളി പറയാണ് പുള്ളിയുടെ രീതിയേ ഇങ്ങനെ തന്നെയാണെന്ന്. എല്ലാവരോടും അങ്ങനെ സംസാരിക്കുള്ളൂ എന്ന്. എനിക്ക് സാറിന് പരിചയമുള്ളതുകൊണ്ട് അതൊരു കൗതുകമായിട്ട് തോന്നി. എന്നാ പിന്നെ ഞാൻ വരട്ടെ സാറേ. അയ്യോ, സാറിന് ഇഷ്ടപ്പെട്ടില്ല. മോഹനേഷ് സാർ എന്നെ ചീത്ത വിളിക്കാനായി പാഞ്ഞു വന്നാന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടെന്താ ചീത്ത വിളിക്കാതെ? ഇവിടെ വന്ന സീതാരാമനെ മോഹനേട്ടന്റെ ഗോഷ്ഠികൾ ഞാൻ പഠിപ്പിച്ചു വിട്ടു എന്ന് കരുതിയല്ലേ? എന്തായാലും ഉത്തമം കാര്യം പറഞ്ഞതുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ പിന്നെ ഇന്നിവിടെ എന്തെങ്കിലും നടന്നേൻ. അയാളെ വില്ലേജ് ഓഫീസിൽ വെച്ച് ഒച്ച വെച്ച് പേടിപ്പിച്ചു എന്ന് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അതിപ്പോ ഞാൻ സംസാരിക്കുന്ന സംസാരിച്ച അത് മനഃപൂർവ്വമാണെന്നല്ലേ കരുതൂ? അതെങ്ങനെയാ മോഹനേട്ടാ? രാവിലെ മോഹനേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ഒരു കഥ ഉണ്ടാവുന്നത് ഭാവന കൊണ്ടാണ്, രണ്ടുപേർക്ക് ഒരേപോലെ ഭാവന ഉണ്ടാകുന്നത് യാദൃശികമാണ്, കോപ്പിയടിയല്ല എന്ന്. രണ്ടുപേരും ഒരുപോലെ സംസാരിക്കുന്നു, യാദൃശികമായിക്കൂടെ? അതിലിത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു? വേണമെങ്കിൽ വില്ലേജ് ഓഫീസറെ ഗോഷ്ഠികൾ കോപ്പിയടിച്ചതിന്റെ പേരിൽ നമുക്ക് സേതുരാമനെതിരെ ഒരു കേസ് കൊടുത്താലോ? അത് കഴിഞ്ഞല്ലോ. നീ പോയി ചായ എടുക്ക്. അങ്ങനെ ഇങ്ങനെ വിട്ടാലോ? എന്നെ രണ്ട് ചീത്ത വിളിക്ക്. എനിക്ക് മനസ്സില്ല. അങ്ങനെയല്ല, എനിക്ക് മനസ്സില്ല. ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസറാണ്. അങ്ങനെയൊന്നും പറഞ്ഞാലൊന്ന് കേക്കട്ടെ. എനിക്കത് കാണാനും കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നേ. പറ 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 പറ. എന്റെ ഭാര്യ സത്യഭാമ അടിപൊളി. യാദൃശ്ചികമായി ഉണ്ടാകുന്ന സാദൃശ്യങ്ങൾക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ മോഹനകൃഷ്ണനെ പോലെ പെരുമാറുന്ന മറ്റൊരാൾ കൂടി ഈ ഭൂമിയിൽ ഉണ്ടെന്നത് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന അറിവാണ്. ആ അറിവുണ്ടാക്കിയ നടുക്കത്തിൽ നിന്നും വിട്ടുമാറാതെ ഇന്നത്തേക്ക് വിടാം.